ട്രേഡേഴ്സിൻ്റെ വണ്ടിയല്ലോ ഏട്ടാ ഞങ്ങൾ ഈ 24 വരുവാണേ. തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമാണ്, വോട്ടോർഷാണ് പേര്. അപ്പം നമ്മുടെ ഈ അങ്കമാലി പരിസര പ്രദേശങ്ങളിൽ കുറച്ച് ആൾക്കൂട്ടമൊക്കെ ഉള്ളൊരു മേഖലകൾ ഏതൊക്കെയാണ്? ആൾക്കൂട്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കരയമ്പറമ്പെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാലുക്കുര, തുറവൂര്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കന്നൂര്, മഞ്ഞക്കാട്, പൂക്കുത്ത്, ഈ ഏരിയകളിലൊക്കെ നല്ല ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കന്നൂരാണ്. അവിടെ വലിയ ഹോസ്പിറ്റൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള വികസനങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടില്ല, വരുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൂട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിരപ്പള്ളി, ഏഴാറ്റുമുഖം, ഈ റൂട്ട് എല്ലാ വണ്ടികളും പോകണം. അത് പെരുമ്പാവൂർ, തൊടുപുഴ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളതെന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർ ചാലക്കുടി വഴി കറങ്ങി ആണ് ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുടിവെള്ളം പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൃഷിഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നത് തരിശായിട്ട് കിടക്കുകയാണ്, ഒന്നും ചെയ്യാതെ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പിന്നെ നാട്ടുകാർ, രാഷ്ട്രീയക്കാർ കൂടുതലായിട്ട് ഉള്ള ഏരിയയാണിത്. പോരുന്നോ എൻ്റെ കൂടെ? എട്ടുനാടും കീർത്തിപ്പെട്ടോരംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ. എട്ടുനാടും കീർത്തിപ്പെട്ടോരംഗമാലി തലപ്പള്ളി ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ. ഇമ്പമോടെ വാണാരുളുങ്കി വാറുകി ചേന്തകതികതൈ. തങ്ങൾ നാമം തുതിപ്പാനും തങ്ങൾ നാമം വർണ്ണിപ്പാനും തങ്കരുണ്യം തന്നിടണേ കീവറുകീച്ച. ഓട്ടോറിക്ഷ ഇപ്പോൾ അങ്കമാലിക്കടുത്ത് മഞ്ഞിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. എനിക്ക് നേരത്തെ വഴിയിൽ നിന്ന് കിട്ടിയ സ്റ്റാലിനും കൂടെയുണ്ട്. സ്റ്റാലിനെ, എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് മഞ്ഞിക്കാട് എന്നുള്ള പേര് വന്നത്? മഞ്ഞിക്കാട് എന്നുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, മുന്നുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞത് മഞ്ഞക്കാടായി. മഞ്ഞക്കാടായി അല്ലേ? ഓക്കെ. എന്നാലും നമ്മളെ കാത്ത് കുറേ ചേട്ടന്മാരവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെന്തോ രാഷ്ട്രീയ ചർച്ചയിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി അവരുടെ അടുത്ത് പോയി സംസാരിക്കാം. ചേട്ടാ, എന്തുണ്ട്, സുഖല്ലേ? സുഖം. എങ്ങനെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയോ? പ്രചരണ പ്രവർത്തനം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരു ഏരിയ ആണ് ഞങ്ങളുടെ മുക്കന്നൂര്. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചു വരും എന്നുള്ളത്. അങ്ങനെ ഇവിടെ എല്ലാ സംഘടനകളും വളരെ സജീവമാണോ? സജീവമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും സജീവമാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാണ് കൂടുതൽ ഇവിടെ മേൽക്കൈ എന്നാണ് വിചാരിക്കുന്നത്? LDF ആണ് മുൻതൂക്കം. അപ്പം നിലവിലെ MP കൂടുതൽ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നേറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോഴത്തെ MP ഇന്നസെന്റ് ആണ്. ബഹുമാനപ്പെട്ട ഇന്നസെന്റ് നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് LDF വീണ്ടും വരും. ഇതിലാർക്കെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടോ? അതെ. ഇന്നസെന്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കണം. എല്ലാ വാർത്താ ബോർഡിലും ഇത് കണ്ടിട്ടുണ്ട്, നോട്ടീസ് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ കാണിച്ച് കണ്ടിട്ടില്ല. എനിക്കത് പറയാനുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഇവിടെ പുള്ളി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞു കൊടുത്തേ. വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിലും എന്ത് വികസന റോഡിന്റെ ഇപ്പോഴത്തെ നിങ്ങൾ റോഡ് കണ്ടില്ലേ? ഈ റോഡ് തന്നെ നോക്കിയാൽ നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ വാഹന ഗതാഗതം. റോഡ് ഓക്കെ ആയി. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനായിരുന്നു ബുദ്ധിമുട്ട്. ഇവിടെ എല്ലാ വാട്ടർ കണക്ഷനും പ്ലാറ്റാഞ്ചേരി വാട്ടർ കണക്ഷൻ കൊടുത്ത് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുത്തേക്കാം. ജപ്പാൻ കുടിവെള്ള പദ്ധതി, അതാണ് പ്ലാറ്റാഞ്ചേരി കുടിവെള്ള പദ്ധതി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ പോയിട്ട് എല്ലാ വീടുകളിലും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇന്നസെന്റ് ഒരു നല്ല നടനായത് കൊണ്ടാണ്. അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നസെന്റ് ഒരു നടനായതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ അവസരം കിട്ടിയത്. പുള്ളി മത്സരിക്കുന്നു, വിജയിക്കുന്നു. ഈ ഒരു 5 വർഷക്കാലം പുള്ളി MP ആയിരുന്നു. MP എന്നുള്ള രീതിയിൽ മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് പുള്ളി അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ നടത്തിയില്ല എന്ന് പറയാൻ ചേട്ടന്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എന്റെ അറിവനുസരിച്ച് പുള്ളി നോട്ടീസ് കൂടെ കണ്ട അറിവുകളാണ്, പുള്ളിക്കൊന്നും അറിയില്ല എന്ന് എന്റെ അറിവ്. ഇപ്പൊ പറഞ്ഞ 2 സ്ഥലങ്ങളിലെ വെള്ളത്തിന്റെ പ്രശ്നം, റോഡിന്റെ പ്രശ്നം, ഇതൊക്കെ പരിഹരിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. അത് മറ്റേ തെറ്റൽ MLA ഉണ്ടായിരുന്നു, റോജി MLA ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതല്ലാതെ മറ്റേ ഇന്നസെന്റിനെ കൊണ്ട്
ഇന്നസെന്റ് അറിഞ്ഞ ഒരു സംഭവം. ഈ ചേട്ടനൊപ്പം നിൽക്കുന്ന ആളുകളാരാ? ചേട്ടൻ എന്തോ പറയാനുണ്ട്? ചേട്ടൻ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഇന്നസെന്റ് പറഞ്ഞ കാര്യങ്ങൾ, ജപ്പാൻ കുടിവെള്ളം, വാട്ടർ സപ്ലൈ, മറ്റുള്ള കറണ്ട്, റോഡ് വികസനങ്ങൾ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നൊരു വിഭാഗം പറയുന്നു, ഒരു വികസന പ്രവർത്തനം നടന്നില്ല എന്ന് വേറെ വിഭാഗം പറയുന്നു. അതവിടെ വയ്ക്കാം. നമുക്ക് ഇനിയുള്ള ഈ മണ്ഡലത്തിലെ ആളുകളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ് അതൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ ഒന്ന് പറഞ്ഞേ, നമ്മളെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ? എന്തൊക്കെ ചാലക്കുടി മണ്ഡലം എന്തൊക്കെ പ്രതീക്ഷകളാണ്? മണ്ഡലത്തില് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട്. എന്തൊക്കെയാണത്? പ്രതീക്ഷയുള്ള ഒരു കാര്യം, ഈ കനാലിന്റെ ഈ കനാൽ വരുന്ന പുഴയുണ്ട്, ചാലക്കുടി പുഴ ഒരു 2 അടി ഉയർത്താണെങ്കിൽ ഇവിടെ 10-50,000 ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടും. അതിന് ഇനി വരുന്നത് MP ആ കാര്യം ചെയ്തതാണെങ്കിൽ 1956 പനമ്പള്ളി ഗോവിന്ദൻ നായർ വന്നപ്പോഴാണ് ഈ തോടുണ്ടാക്കിയത്, കനാലുണ്ടാക്കിയത്. അതിനുശേഷം ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല ആരും. അതിന് ഏഴാറ്റുമുഖത്ത് ഡാം ഒരു 2 അടി ഉയർത്താണെങ്കിൽ ഈ പുഴയിലെ വെള്ളം ഇങ്ങോട്ട് ഞങ്ങൾക്ക് കിട്ടും ചെയ്യും. ഈ നാട്ടിലൊക്കെ കുടിവെള്ളത്തിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അത് നടത്തി തരുന്ന കാര്യം അടുത്ത MPക്ക് ആര് ചെയ്യുന്നോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. കുടിവെള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ചേട്ടൻ മുന്നോട്ട് വെച്ചത്. ഇനി ആരോഗ്യ മേഖലയിൽ എന്തൊക്കെയാണ് ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്? ആരോഗ്യ മേഖലയിൽ പ്രാഥമിക താലൂക്ക് ആശുപത്രി ഒരു ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. അതിനുള്ള സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. എന്തായാലും ഇവിടെ ചർച്ച മുറുകുകയാണ്. നമ്മളായിട്ടൊരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ചേട്ടന്മാരെല്ലാവരും തന്നെ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നീങ്ങിയാലും ആ ചർച്ച സജീവമായി തുടരുമെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഉഷാറാവട്ടെ. ആശംസകൾ. സ്റ്റാലിനെ എന്തായാലും അവിടെ തർക്കം കൊടുമ്പിരി ഉള്ളതാണ്. അവർ തർക്കിക്കട്ടെ അല്ലേ? എന്തായാലും വളരെ സജീവമായിട്ടുള്ള ഒരു കവലയാണ്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്ര അധികം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഈ കാണും അല്ലേ? ഓക്കെ. നമ്മുടെ കുറച്ച് പിള്ളേർ ഇവിടെ ഇരുന്ന് 16 കളിക്കുന്നുണ്ട്. ആണോ? എന്നാ അങ്ങോട്ട് പോകാം. എന്തുണ്ട് കളി തകൃതിയായിട്ട് നടക്കുക അല്ലേ? ഇതെന്താ കളി? ഏതാ ഇത് 16-ാം വെട്ടെന്ന് പറയും. ആണോ? ഇപ്പൊ ആരെ അവൻ സ്റ്റാർ അല്ലേ ഇവിടത്തെ? ആണോ? ഈ 2 പേർക്ക് ഒരേ സമയം കളിക്കാൻ പറ്റൂ? നിങ്ങൾ കുറച്ച് യുവാക്കളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞങ്ങളിപ്പം കുറച്ച് ആളുകളോട് സംസാരിച്ചു. ഒരു 50 മിനിറ്റ് ആളുകളാണ് എല്ലാവരും. വേറൊന്നുമല്ല, ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതാ ഇപ്പോൾ നിങ്ങളടുത്തേക്ക് വന്നത്. പൊതുവെ എന്താ ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ ഒരു ട്രെൻഡ് ഒക്കെ ആയോ? ഇപ്പൊ ഇലക്ഷന്റെ ചൂട് തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ചൂട് ഇവിടെ ഞങ്ങള് കട്ടയ്ക്ക് നിൽക്കുന്നത് LDFന്റെ കൂടെയാണ്. ഞങ്ങള് എല്ലാവരും LDF ഫാൻസാണ് എല്ലാം. ഇനി വന്ന എങ്ങനെയാന്നറിയില്ല നമുക്ക്. ഇവിടെ LDF അല്ലാത്ത വേറെ ഏതെങ്കിലും മുന്നണിയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും സജീവമായിട്ട് LDFന്റെ പ്രവർത്തകരാണ്. എന്തൊക്കെയാണ് ഇന്നസെന്റ് 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അത് പൊതുമരാമത്ത് രംഗത്താണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. അതായത് അങ്കമാലിയിൽ ഒരു 200 കോടി രൂപ മുടക്കി ടെക്നോളജി പാർക്ക്, അത് കേരളത്തിൽ അനുവദിച്ചത് ഈ അങ്കമാലിയിലാണ്. ഇന്നസെന്റിന്റെ ശ്രമഫലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ കോടശ്ശേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിനകത്ത് നാഗത്താൻമല എന്ന് പറയുന്ന ആദിവാസി കോളനി, അവിടെ വോട്ടിന്റെ കാര്യം നോക്കിയിട്ടല്ല, അവിടെ ആകെ വോട്ടെന്ന് കണക്കാക്കാൻ 20 വോട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ വൈദ്യുതി എത്തിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ PMGSY പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി സഡക് യോജന, ഇത് ഫുൾ ഫോം പറയുമ്പോഴുള്ള പ്രശ്നം BJP-ക്കാര് നൈസായിട്ട് വന്ന് ഇടപെട്ട് ഇത് ഞങ്ങളുടെയും കൂടിയാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യമായി ഈ ഇന്ത്യയിൽ ആദ്യമായി ആ ഫണ്ട് ഉപയോഗിച്ച് പാലം നിർമ്മിച്ച ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചാലക്കുടി. മാത്രമല്ല MB ഫണ്ടിന് സോഷ്യൽ ഓഡിറ്റ്, അത് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് ഈ ചാലക്കുടി എന്ന് പറയുന്നത്. പിന്നെ നിരവധി റോഡുകൾ,
അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ PMGSYയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. നിരവധി ഹൈമാസ്റ്റ്, അതായത് 135ഓളം വരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിൽ, ഇതിൻ്റെ തൊട്ടങ്ങ് സെഹിയോൻ ജംഗ്ഷനിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയാൽ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉന്നത MP-മാരിൽ നിന്ന് വ്യത്യസ്തനാണ് ഇദ്ദേഹം എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പറഞ്ഞാൽ തീരാത്തത്ര വികസന പ്രവർത്തനങ്ങൾ ഇന്നസെന്റ് MP ഇവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ CPM-ന്റെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ്. ഇവിടെ ഒരു മുത്തശ്ശൻ ഇരിക്കുന്നുണ്ട്. ചേട്ടാ, പേരെന്താ? രാഘവൻ. ചേട്ടൻ്റെ ഓർമ്മയിൽ ഇവിടെ നിങ്ങളുടെ ലോക്സഭാ മണ്ഡലത്തിൽ നന്നായി ഏറ്റവും നല്ല ഒരു MP ആരായിരുന്നു? ഇപ്പോഴത്തെ MP തന്നെയാണ് ഏറ്റവും മികച്ച MP എന്നാണ് ചേട്ടൻ പറയുന്നത്. ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മ അങ്ങനെ വല്ലതും ഉണ്ടോ? അതൊക്കെ 57 തെരഞ്ഞെടുപ്പൊക്കെ നല്ല ഇതിലായിരുന്നു. ഓർമ്മയില് അന്ന് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ല. അതൊക്കെ നല്ല ഇതല്ലായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഈ കേരളപ്പിറവിക്ക് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ തെരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ചേട്ടന്റെ ഓർമ്മയിൽ ഒരു പ്രകടമായ വ്യത്യാസം എന്താ? പ്രകടമായ വ്യത്യാസം അത് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ അന്ന് ശക്തമായിട്ട് ഇത് നിന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. EMS-ന്റെ ഇതിലൊരു മന്ത്രിസഭയും വന്നില്ല ഇടതുപക്ഷത്തില്ല. അതൊക്കെ ഒരു നല്ല നേട്ടമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ കുറെ യുവാക്കളുണ്ട്, അതിലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഇദ്ദേഹം വീണ്ടും അവകാശപ്പെടുന്നു. നേരത്തെ ഇവിടുത്തെ ഏറ്റവും മിടുക്കനായ യുവാവ് എന്ന് അവകാശപ്പെട്ടതുപോലെ ഇദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. സകല കലാവല്ലഭനാണ്. എന്തായാലും ആ വല്ലഭന്റെ കഴിവ് പുറത്തെടുക്കാനുള്ള സമയമായി. നമ്മുടെ ഓട്ടോറിക്ഷ വെറും തെരഞ്ഞെടുപ്പ് വർത്തമാനം മാത്രമല്ല, ഇങ്ങനെ നാടൻ പാട്ടും മിമിക്രിയും എല്ലാം ഉണ്ട്. പറഞ്ഞോ, ആര് ശബ്ദം എടുക്കും? ഞാൻ ജനാർദ്ദന്റെ സൗണ്ട് ചെറുതായിട്ട് അനുകരിക്കാൻ നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഓ എടാ പൊന്നപ്പ എൽദോസെ തല്ലി ഒടിക്കടാ. അയ്യോ എന്റെ കാലല്ല, എടാ നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. വെറൈറ്റി ചേട്ടൻ ഒരു ചെറുതായിട്ട് ഒരു പാട്ട് പാടാൻ പോവാണ്. ഓക്കെ, എല്ലാരും ഒന്ന് കൂടണേ. റെഡി അല്ലേ? റെഡി, 1 2 3 തുടങ്ങാം. പാടിക്കോ. എടി പെണ്ണേ എന്തടി പെണ്ണേ എന്തേ നീയൊന്നു മാടാത്തേ, എടി പെണ്ണേ എന്തടി പെണ്ണേ എന്തേ നീയൊന്നു പാടാത്തേ, കരയിലരമണി ഉള്ളത് കൊണ്ടോ എന്തേ നീയൊന്നു മാടാത്തേ, അറിയിലരമണി ഉള്ളത് കൊണ്ടോ എന്തേ നീയൊന്നു പാടാത്തേ, കാതിൽ കാതുട ഉള്ളത് കൊണ്ടോ എന്തേ നീയൊന്നു മാടാത്തേ, കാതിൽ കാത്തോട ഇല്ലാത്ത കൊണ്ടോ എന്തേ നീയൊന്ന് പാടാത്തേ, കയ്യിൽ വളയുമുള്ളത് കൊണ്ടോ എന്തേ നീയൊന്ന് പാടാത്തേ, കയ്യിൽ വളയത് ഇല്ലാത്ത കൊണ്ടോ എന്തേ നീയൊന്ന് പാടാത്തേ, അങ്ങിളമാരത് ഉള്ളത് കൊണ്ടോ എന്തേ നീയൊന്ന് പാടാത്തേ, അങ്ങിളമാരത് ഇല്ലാത്ത കൊണ്ടോ എന്തേ നീയൊന്ന് പാടാത്തേ. ഓക്കെ, ഗംഭീരമായി. നമ്മുടെ ഈ മഞ്ഞക്കാട് അല്ലേ, ഈ സ്റ്റാലിന്റെ ഈ നാട് ഒരുപാട് രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്. ഇവിടെ ഒരുപാട് കലാകാരന്മാർ, മിമിക്രി ആർട്ടിസ്റ്റുകൾ, നാടൻ പാട്ടുകാർ, അങ്ങനെ എല്ലാവിധ ആളുകളും കൊണ്ടും വളരെ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് മഞ്ഞക്കാട്. സ്റ്റാലിനൊപ്പം ഓട്ടോറിക്ഷ ഏഴാറ്റുമുഖം എന്ന ഒരു സ്ഥലത്താണ് ഇപ്പം എത്തി നിൽക്കുന്നത്. സ്റ്റാലിന് എന്താണ് ഈ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത? ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാടുകളും കുറെ വെള്ളച്ചാട്ടങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ 7 മുഖങ്ങൾ ചേർന്നാണ് ഏഴാറ്റുമുഖം ഉണ്ടായെന്ന് പറയുന്നത്. ഏതൊക്കെ മുഖങ്ങളാണെന്നറിയോ? അത് ഏത് മുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ കണക്ക് തോടുകളായിട്ട് വന്ന സംഭവമാണ് 7 മുഖമായിട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണ് ഏഴാറ്റുമുഖം എന്നുള്ളൊരു. ഓക്കെ, എന്താണെങ്കിലും ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം.
ഇപ്പം നമുക്കൊപ്പം വയനാട് നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് വന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഏഴാറ്റുമുഖത്തെ അനുഭവം, ഇവിടുത്തെ സ്ഥല ഭംഗിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. തൂക്കുപാലം അടിപൊളിയാണ്. നമ്മൾ തൂക്കുപാലം ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയാണോ? സ്ഥലം അടിപൊളിയാണോ? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പക്ഷെ എന്താ പറയാ, വെള്ളം ഇല്ലാത്തോണ്ട് ഡാം ആ ഒരു ഭംഗി മാത്രമേ കുറവുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയാണ്. തൂക്കുപാലം ബാക്കി ചുറ്റും കഴിഞ്ഞാൽ നമ്മുടെ വയനാടൊക്കെ പോലെ തന്നെ മരവും കാടും ഇതൊക്കെ ഫുൾ അടിപൊളിയാണ്. നല്ല പ്ലേസാണ്. ഇവിടെ വരുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഈ ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണെങ്കിലും അധികം അറിയപ്പെടാതെ പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനി ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ ഓട്ടോറിക്ഷ കാണുന്ന പ്രേക്ഷകർ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു തവണയെങ്കിലും വന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഏഴാറ്റുമുഖം ഗംഭീര സ്ഥലമാണ്. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, വരുന്ന വഴിക്ക് റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നാട്ടുകാർ പറയേണ്ടതാണ്, പക്ഷേ നാട്ടുകാരെ ഒന്നും ഈ സമയത്ത് ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അടുത്തടുത്തേക്ക് പോകാം. സ്റ്റാലിനും ഒപ്പമുണ്ട്. ഞങ്ങളത് യാത്രക്കിടെ ഒരു ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ, എന്താ സ്ഥലത്തിന്റെ പേരെന്താ? ഇലുവങ്ങാമറ്റ. ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ചേട്ടാ, എങ്ങനെ ഇപ്പൊ ഇവിടെ അത്യാവശ്യം പാലൊക്കെ വരുന്നുണ്ടോ? പാലുണ്ടല്ലോ. എത്ര കർഷകരാണ് ഇവിടേക്ക് പാലെത്തിക്കുന്നത്? കർഷകർ രാവിലെ ഒരു 20 പേര്, ഉച്ച കഴിഞ്ഞ് ഒരു 15 പേര്. ഒരു ദിവസം എത്ര ലിറ്റർ പാല് വരെ? 250 ലിറ്റർ. ഇപ്പൊ എങ്ങനെ കുറഞ്ഞോ അതോ കൂടിയോ? കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ആണോ? ചൂടുകാരനാണോ? ചൂടുകാരനാണ്. ആണല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്? കുറവായിരിക്കും. എത്ര മാസം വരെ കുറവായിരിക്കും? മാർച്ച് ഏപ്രിൽ വരെ. 2 മാസത്തിനുള്ളിൽ ലോക്സഭാ ഇലക്ഷൻ വരുന്നു. ഇവിടത്തെ ഒരു സാധ്യത എങ്ങനെയാണ് ചാലക്കുടി മണ്ഡലത്തിലെ? ഇവിടെ കോൺഗ്രസ് ജയിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തവണ ഒരു ജയസാധ്യത ചേട്ടൻ കാണുന്നത്? ശബരിമലയുടെ പ്രശ്നം, അങ്ങനെ പിന്നെ മോദി സർക്കാരിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു വീഴ്ചകളുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനാണ് സാധ്യത എന്ന് കാണുന്നത്. ശബരിമല പ്രശ്നം കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുമെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത്? അനുകൂലമായിട്ട് വന്നില്ലെങ്കിലും വോട്ട് മാർക്സ് പാർട്ടിയുടെ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ. എന്താ ഇവിടെയുള്ള മറ്റു ചേട്ടന്മാരുടെ ഒരു അഭിപ്രായം? ചേട്ടൻ എന്താ പറയുന്നത്? ഇതേ ഒരു അഭിപ്രായം തന്നെയാണോ? തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരിക്കും വിജയം എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ശബരിമല വിഷയം അതൊക്കെ തന്നെയാണോ ബാധിക്കുന്നത്? അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ്, അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടന്റെ പേരെന്താ? ക്ഷീരകർഷകനാണ്. ഇവിടെയോ എന്താ ചേട്ടൻ എന്താ പറയുന്നത്? ഞങ്ങൾ അഭിപ്രായം അങ്ങനെ തന്നെ, കോൺഗ്രസിനാണ് ഇത് കാണുന്നത്, സാധ്യത കാണുന്നത്. കാരണം BJPയുടെ ഭരണപരാജയങ്ങളും അതുപോലെ തന്നെ ഈ ശബരിമല പ്രശ്നവും എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് ഞങ്ങളൊരു 90% വിജയസാധ്യത കാണുന്നത്. സ്റ്റാലിനെ ഒരൊറ്റ സംശയം, ഇവരൊക്കെ നാട്ടിൽ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരാണോ? അത്യാവശ്യം അറിയപ്പെടുന്നത് മൊത്തം മേഖലയാണ്. എങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയം പറയണതല്ല, ഇവിടുത്തെ സാഹചര്യമാണ്. ഇവിടെ തൊഴിൽ മേഖല കംപ്ലീറ്റ് സ്തംഭിച്ചു പോയി. തൊഴിൽ മേഖലയാണ് എല്ലാ മേഖലകളും, ഒരു മേഖലകളിൽ ഒരു പ്രവർത്തനം ഇല്ല. അപ്പൊ ആളുകൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലില്ലാത്തൊരു അവസ്ഥയിൽ കിടന്ന് അതാണ്. എല്ലാ മേഖല ഇപ്പൊ ഡയറി തന്നെ ഇവിടെ പാലില്ല, പണ്ട് നടന്നതിന്റെ 10% പാലില്ല. അതുപോലെ തന്നെ കർഷകർ ആരും പശുവിനെ വളർത്താൻ മുതലാവുന്നില്ല, കാരണം പാലിന് വിലയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മള് കൃത്യമായിട്ട് കണ്ടു. കക്ഷി രാഷ്ട്രീയം പറഞ്ഞതല്ല, അല്ലല്ല, കക്ഷി രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തോട് ഒരു അനുഭാവവും ഇല്ല. സ്വതന്ത്രമായ നിലപാട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിലെ ചാലക്കുടി മണ്ഡലത്തിലെ കർഷകർക്കിടയിലുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓട്ടോറിക്ഷ അടുത്ത ഇടത്തിലേക്ക് പോവുകയാണ്. വരുന്ന വഴിക്ക് കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ച, നമ്മുടെ സംസ്ഥാന ഫലം ചക്ക. കുറേ ചേച്ചിമാർ ഇതാ
അത് ചക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇത് എന്താവശ്യത്തിനാണ് നിങ്ങൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉറക്കാൻ. ഇതെങ്ങനെ വീടാവശ്യത്തിനാണോ അതോ പുറമേക്ക് കൊടുക്കുന്നുണ്ടോ? ആണ്. അപ്പോൾ ചെറിയൊരു വ്യവസായ യൂണിറ്റ് ആണ്. നിങ്ങൾ എത്ര പേരുണ്ട്? രണ്ടുപേരും നന്നാക്കും അല്ലേ? ചേച്ചി എന്താ മുന്നോട്ടിരിക്കുന്നത്? ആ, ഇത് എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ ഇത് ചെയ്യും? ഞങ്ങളിപ്പോൾ വന്നതേ നമ്മുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടൊരു വോട്ടർ ഷോ എന്ന് പറഞ്ഞ പരിപാടിയാണ്. കഴിഞ്ഞ തവണ ചേച്ചി വോട്ട് ചെയ്തിരുന്നോ? ചേച്ചി വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണോ ചേച്ചി? അതെ. അടിപൊളി അടിപൊളി. എന്താ അവസ്ഥ? വോട്ട് ചെയ്തെന്നല്ലോ അല്ലേ? ഇത്തവണ അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പുള്ളി ചെയ്തോ? അറിയോ? ചേച്ചി റെഡി. സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങള് പിന്നെ എന്താ പറയുന്നേ, ഈ പ്രളയമൊക്കെ വന്ന സമയത്തെ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു പ്രദേശമാണോ അത്? വെള്ളം കുഴപ്പമുണ്ടായില്ല. എന്നാലും നമുക്ക് ഇതിന്റെ സഹായങ്ങൾ, ഈ ഭക്ഷണങ്ങളുണ്ടല്ലോ, അരി അങ്ങനെയുള്ളതൊക്കെ കിട്ടിയായിരുന്നു. പയറ്, മഞ്ഞൾപ്പൊടി ഒരുപാട് കിട്ടി, മഴയൊക്കെ കിട്ടി, അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയായിരുന്നു. നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ വെള്ളം കയറിയില്ല. വെള്ളം കയറിയ ഏരിയയില് എല്ലാ സാധനങ്ങളും കിട്ടി, പൈസ കിട്ടി, അവർക്കൊക്കെ ഭംഗി. അത് ഇവിടെ തൃശ്ശൂർ ജില്ല, എറണാകുളം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ. ഈ മേഖലയിൽ എങ്ങനെ കുടിവെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? കുടിവെള്ളം ഓക്കെയാണ്, റോഡുകൾ ഓക്കെയാണ് അല്ലേ? പിന്നെ നമ്മുടെ ആരോഗ്യ മേഖല, ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും എല്ലാം റെഡിയാണ്. പിന്നെന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. എന്തായാലും നിങ്ങളെ പണി സജീവമായിട്ട് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. അടുത്ത തവണ ഇതിലും കൂടുതൽ ചക്ക വരട്ടെ, കുറെ കാശുണ്ടാക്കട്ടെ. അപ്പൊ ശരി, കാണാം. നേരത്തെ പറഞ്ഞ പോലെ അങ്കമാലി ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് റബ്ബർ. അപ്പോൾ കുറച്ചധികം റബ്ബർ കർഷകരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മളോട് ഇവരുടെ നിലവിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. എങ്ങനെയുണ്ട് ചേട്ടാ ഈ കൃഷി ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കൃഷി ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ റബ്ബറിന് വില കുറവാണല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ബുദ്ധിമുട്ട് തൊഴിലാളികൾക്കുണ്ട്. അത് കാരണം സാമ്പത്തികമായ രീതിയിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് നടക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് റബ്ബർ ഷീറ്റിന് കിട്ടുന്നത്? ഷീറ്റിന് 120 കിലോത്തിന്. അപ്പം ആ ഒരു തുക കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ചേട്ടൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്? അതെ. ഒരു ദിവസം എത്ര മരം വരെ വെട്ടും? 400 മരം. 400 മരം വരെ. എത്ര രൂപ കിട്ടുന്നത്? 400. അത് 1.5 രൂപ കൂലി കിട്ടും. അതെ, കുറ്റിയിലൊഴിക്കാണ് അത്. മെച്ചമില്ല, തൊഴിലാളിക്ക് മെച്ചമില്ല. അപ്പൊ ഒരു ചെറിയ തൊഴിലായിട്ട് കൊണ്ടു നടക്കണം മാത്രം. വേറെ ഇപ്പൊ ഏത് ചെയ്താലും കൃഷി ഇറക്കിയാലും അതും മെച്ചമില്ല. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയാ? റബ്ബറിന് വില കൂട്ടണം? ഞങ്ങളുടെ ആവശ്യം ഏറ്റവും ഇപ്പൊ ദുരിതം അനുഭവിക്കുന്നത് റബ്ബർ ടാപ്പിംഗ്. കാരണം ഇപ്പൊ 2-3 മാസം ടാപ്പിംഗ് ഉണ്ടാവില്ല. പിന്നീട് വരുമ്പോൾ മഴക്കാലമായി, അപ്പോഴും അവിടെ പണിയില്ലാതെ വരും. പിന്നെ ഏറ്റവും കുറഞ്ഞ കൂലിയാണ്. അത് ഉടമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും കിട്ടിയെങ്കിലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഉടമകളും ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നിലവിലുള്ള സംവിധാനം മാറ്റി റബ്ബർ ഷീറ്റിന് വില കൂടുന്ന അവസ്ഥയില്ലെങ്കിൽ ഞങ്ങൾ 2 കൂട്ടരും കഷ്ടപ്പെടും. ചേട്ടൻ ഉടമയാണോ? അപ്പൊ എങ്ങനെ ഉടമകൾ ഇപ്പം നമ്മുടെ തൊഴിലാളികളുടെ തുടങ്ങിയിട്ടുള്ളൂ? ആള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുറച്ച് നാള് പുള്ളിക്ക് വെട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഈ വർഷം ഇപ്പൊ ഇനി മഴയൊക്കെ പെയ്തതിന് ശേഷം ഇലയൊക്കെ മൂത്ത് സാവധാനം വെട്ട് തുടങ്ങുള്ളൂ. ഇപ്പൊ തൈമാരായതുകൊണ്ട് അപ്പൊ കുറെ വെട്ട് പുള്ളിയുടെ മുടങ്ങി പോകും. കൃത്യമായിട്ട് വെട്ടാൻ പറ്റൂല. നിങ്ങൾ കർഷകർ എന്താണ് പ്രശ്നങ്ങളാണ്? വിലയില്ലാത്ത തന്നെയാണ് മെയിൻ കാര്യം. എത്ര രൂപ വരെ കൂട്ടിത്തരണം എന്നാണ് നിങ്ങളുടെ ആവശ്യം? ശരിക്കും പറഞ്ഞ ഒരു 175 രൂപയെങ്കിലും നമുക്ക് കിലോത്തിന് കിട്ടണം. ഇപ്പൊ 120 ആണ്. ഇപ്പൊ 120, 125. അത് 4 ഷീറ്റ് ആണെങ്കിൽ മാത്രമെങ്കിൽ 125 കിട്ടുള്ളൂ. ഇപ്പൊ എല്ലാം 4 ഷീറ്റ് ആവണമെന്നില്ല. അവിടെ ചെല്ലുമ്പോൾ അവര് തരംതിരിക്കും. പാൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ DRC കുറവായിരിക്കും. അങ്ങനെ ഓരോ പ്രോബ്ലം. ഇതൊക്കെയാണോ നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണോ അവരോട് സംസാരിക്കാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
സ്ഥാനാർത്ഥികന്മാരോട് പറഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ജയിക്കുന്ന ഒരാൾ ജയിച്ചു, പിന്നെ ഭരണം മാറി വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇവര് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ലല്ലോ. തൊഴിലാളികൾ എങ്ങനെ ജീവിച്ചാലും അവർക്കെന്താ അങ്ങനെ തിരിഞ്ഞു നോക്കാത്തൊരു വിഷയം നിലവിൽ ഈ ഒരു മണ്ഡലത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. റബ്ബർ ടാപ്പേഷന്റെ ഇടയിൽ ആ ഒരു അവസ്ഥയുണ്ട്. ആദ്യകാലങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഇത് പൊതു അഭിപ്രായമാണോ? എല്ലാവരുടെ അഭിപ്രായമാണോ? എന്തായാലും റബ്ബർ കർഷകർക്ക് ഈ ഒരു മണ്ഡലത്തിലെ റബ്ബർ കർഷകർക്ക് വലിയ പ്രതിഷേധമാണ് ഉള്ളത്. അത് നമ്മൾക്ക് മുന്നിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവർ നിങ്ങൾക്ക് മുന്നിലും ഈ ഒരു വിഷയം അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ഉണ്ട് അവരുടെ പ്രതിഷേധത്തിൻ്റെ ആഴം. ഇവിടുത്തെ ആഴകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചായക്കടയിലാണ്. ഇവിടുത്തെ 2 യുവ ദമ്പതികൾ നടത്തുന്ന ഒരു ചെറിയ ചായക്കട. നമുക്കിതാ കട്ടൻ മാത്രമേ ഇവിടെ കിട്ടൂ. പക്ഷെ അത് കഴിക്കാൻ തന്നെ ഒരുപാട് ആളുകൾ വരും. ചേട്ടാ പേരെന്താ? നാരായണൻ. ധാരാ ജാനകി ഭാര്യ. ചേട്ടൻ നേരത്തെ ഒരു ഗംഭീര കോമഡി പറഞ്ഞു. ഇപ്പോഴാണ് വയസ്സായത്, കിട്ടുന്ന സമയത്ത് ഭയങ്കര യുവതിയായിരുന്നു അല്ലേ? പിന്നെ ഞങ്ങൾ വന്നതേ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആണ്. ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നിലവില് ഇവിടെ ലോക്സഭാ ഇലക്ഷൻ വന്ന് ആര് ജയിക്കും എന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. അപ്പൂപ്പന്റെ അഭിപ്രായത്തില് ആണോ? അമ്മച്ചി ആരുടെ കൂടെ ആര് ജയിക്കുന്ന പറയുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പൊ ചെയ്യും. ഇന്ന അതൊന്ന് പറയാൻ പറ്റുമോ? വോട്ടെടുക്കണ്ടേ, അത് നമുക്ക് പറയാൻ പറ്റുമോ? തോന്നുന്ന പോലെ, അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തോന്നുന്ന ആൾക്ക് ചെയ്യും അല്ലേ? അല്ല ഇഷ്ടം ആരെങ്കിലും ആർക്കാ വോട്ട് ചെയ്യാം? ഞാൻ മര്യാദക്കാർക്ക് ചെയ്യുള്ളൂ. രണ്ടുപേരും ആ കാര്യത്തിലും വേറെ പല കാര്യത്തിലും സമാന അഭിപ്രായമാണ്. ഈ കാര്യത്തിലും അത് തന്നെയാണ്. മര്യാദക്കാർക്ക് ഇവര് വോട്ട് ചെയ്യുള്ളൂ. ഇത്തവണക്കെ ആരായിരിക്കും മര്യാദക്കാരൻ അറിയോ? അത് എന്ത് ഇപ്പോഴും ആ ഒരു സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ആ ചേട്ടൻ എന്ത് പറയുന്നോ അത് ചെയ്യും എന്നാണ് അമ്മച്ചി പറയുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കറക്കം? ഇന്നത്തെ കറക്കം അടിപൊളിയായിരുന്നു. എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടോ. ആണോ? ഇവിടെ നിർത്തിയാൽ മതിയോ? ഇവിടെ നിർത്തി. ഓക്കേ ശരിയപ്പോ കാണാം. അപ്പൊ ശരി സാറല്ലേ. അങ്ങനെ സ്റ്റാലിൻ വിട്ടു. വോട്ടോർഷ ഇന്ന് അങ്കമാലിയിലെ ഈ ചുറ്റിക്കറക്കം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരിടത്താണ് വോട്ടോർഷ എത്തുന്നത്. അതുവരെ ബൈ, കാണാം.